ഭക്തർക്കായിട്ടുള്ള മഹാദേവ സന്ദേശം എന്താണെന്ന് നോക്കാം. പ്രിയ ഭക്തരെ, മറ്റുള്ളവരെ വിഷമിപ്പിച്ചുകൊണ്ട് നിങ്ങൾ നേടിയെടുക്കുന്ന ഒന്നും ശാശ്വതമായി നിലനിൽക്കണമെന്നില്ല. അതുകൊണ്ട് ആരെയും വിഷമിപ്പിക്കാതിരിക്കുക, സ്വയം വിഷമിക്കാതിരിക്കുക. സങ്കടം വന്നാൽ സ്വയം എരിഞ്ഞു തീർന്ന് നിരാശയിലേക്ക് കൂപ്പുകുത്തി വീഴാനുള്ളതല്ല ഈ ജീവിതം. യാത്ര തുടരുക. നല്ല ചിന്തയോടെ, കരുത്തുറ്റ മനസ്സോടെ ലക്ഷ്യത്തിലേക്ക് നടന്നടക്കുക. ഇതാണ് മഹാദേവൻ്റെ ഇന്നത്തെ വചനം. ഏതൊരവസ്ഥയിലും ഭഗവാൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും. ആരുമില്ലാത്ത അവസ്ഥയിൽ കൈലാസനാഥൻ, ഈ പ്രപഞ്ചനാഥൻ നമുക്ക് തുണയായി ഉണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കഷ്ടങ്ങൾ അല്ലെങ്കിൽ ദുഃഖങ്ങൾ മാത്രം തരുന്ന വ്യക്തികളെ നമ്മൾ അകറ്റി നിർത്തുക. വീണ്ടും അവരെ നമ്മളിലേക്ക് അടുപ്പിക്കുന്ന പക്ഷം നമ്മുടെ നാശത്തിലേക്ക് അത് വഴി തെളിയിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ഇഷ്ടങ്ങളെ മറികടക്കുക. ആ ഇഷ്ടങ്ങൾ ഒരിക്കൽ നിങ്ങൾക്കുണ്ടായ നഷ്ടങ്ങളെ മറികടക്കും. നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സാക്ഷിയോട് നീതി പുലർത്തിക്കൊണ്ട് ജീവിക്കണമെന്ന് ഭഗവാൻ പറയുന്നു. എന്നാൽ എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ജീവിതം നയിക്കാൻ ഈ ലോകത്തിൽ ആരെക്കൊണ്ടും സാധിക്കില്ല എന്ന സത്യം മനസ്സിലാക്കുക. കാരണം നിങ്ങൾ എത്ര നന്നായി ജീവിച്ചാലും മറ്റുള്ളവർ നിങ്ങൾക്കെതിരെ വിമർശനങ്ങൾ തൊടുത്തുവിടും. അവർ നിങ്ങളിലെ തെറ്റുകൾ മാത്രം കണ്ടെത്തും. നിങ്ങളിലെ നന്മ കണ്ടാലും കണ്ടില്ലെന്ന് നടിക്കും. അതിനാൽ മഹാദേവൻ നിങ്ങളോട് പറയുന്നു, പ്രിയപ്പെട്ട ഭക്തരെ, ചുറ്റിലും നോക്കിയാൽ നിങ്ങൾക്ക് ഒരിക്കലും മുന്നോട്ടു പോകാൻ കഴിയില്ല. മറ്റുള്ളവർ നിങ്ങളെ വിമർശിക്കും, കുറ്റപ്പെടുത്തും. അതിനാൽ നിങ്ങൾക്ക് പോകേണ്ട വഴിയിലൂടെ നേരെ മാത്രം നോക്കുക. പിടിവാശിക്കൊണ്ട് ജീവിതത്തിൽ നമുക്ക് ഒന്നും നേടാൻ സാധിക്കില്ല. അതുകൊണ്ട് തെറ്റുപറ്റിയാൽ ക്ഷമ ചോദിക്കാൻ മടിക്കാതിരിക്കുക. കഴിയുമെങ്കിൽ നമ്മുടെ സഹായം ആവശ്യമുള്ളവർക്കെല്ലാം നൽകുക. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള ജീവിതയാത്രയിൽ മഹാദേവൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കുന്നതാണ്. ഓം നമഃ ശിവായ. എല്ലാവരും സന്തോഷമായിരിക്കുക.